സിപിഎമ്മിനോടുള്ള സിപിഐയുടെ അധിക വിധേയത്വം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. സിപിഐ നേതാക്കളുടെ വാക്കുകൾ വിഷമിപ്പിച്ചുവെന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവന യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. സിപിഎം കുതന്ത്രം പയറ്റുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ ഒപ്പിട്ട പ്രധാന വിഷയത്തിൽ നിന്ന് മാറി സംസാരത്തിന്റെ ഭാഷയുടെ പ്രയോഗങ്ങൾ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനും വേദനിക്കാനും യഥാർത്ഥ വിഷയത്തിൽ മന്ത്രിക്ക് വേദനയുണ്ടോ? ശിവൻകുട്ടിക്ക് വേദനയുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച നയരേഖയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. CPI-ക്കാർ എന്തെങ്കിലും പറയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരം ഉയർത്തിയതിലാണോ പ്രയാസം? CPI-ക്കാർ മാപ്പ് പറയുന്നെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടാണ് മാപ്പ് പറയേണ്ടത്. CPM-കാരാണ് മാപ്പ് പറയേണ്ടത്. CPI ഇനിയെങ്കിലും അധിക വിധേയത്വം കാണിക്കാതിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജിഷ, CPI CPM തർക്കമൊക്കെ തീർന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI ഉന്നമിട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണോ KPCC അധ്യക്ഷനിൽ നിന്നുണ്ടായത്? തീർച്ചയായും ദിവ്യ, അത് തന്നെയാണ്. PMC വിഷയത്തിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി അതിനൊരു അയവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലും KPCC ഉന്നം വയ്ക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രതിസന്ധി ആളിക്കത്തിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഈ വിഷയത്തിന്റെ അകത്ത് CPI നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ യുവജന സംഘടനകളുടെയും ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം വേദനിപ്പിച്ചു എന്നുള്ള വി ശിവൻകുട്ടിയുടെ വാക്കുകളെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് KPCC പ്രസിഡന്റ് ഇത്തരത്തിലുള്ളൊരു മറുപടി നൽകിയത്. വാക്കുകൾ കൊണ്ട് വേദനിച്ച ശിവൻകുട്ടിക്ക് ആ പാർട്ടിയുടെ CPM-ന്റെ നയത്തിൽ നിന്നുള്ള വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിലല്ല വേദന, ആ വാക്കുകളാണ് വേദനിപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് CPI-ക്കാര് അല്ല മാപ്പ് പറയേണ്ടത്, പകരം ഈ നയവ്യതിയാനം നടത്തിയ CPI-യോടാണ് മാപ്പ് പറയേണ്ടതെന്നും KPCC പ്രസിഡന്റ് പറയുകയുണ്ടായി. മാത്രമല്ല, ഇത്തരത്തിൽ അമിത വിധേയത്വം CPI ഇനിയും തുടരുന്നത് ശരിയല്ല. കാരണം ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോവുകയാണ്, ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ അതിന്റെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും CPI-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമിത വിധേയത്വം കാണിച്ചുകൊണ്ട് CPM-ന്റെ അടിമയായി നിൽക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സന്ദേശമാണ് KPCC പ്രസിഡന്റ് തന്റെ വാക്കുകളിലൂടെ നൽകിയിരിക്കുന്നത്. CPI വിധേയത്വം അവസാനിപ്പിക്കണം എന്നാണ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.